ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു നടി ലക്ഷ്മിപ്രിയ അമ്മ എന്ന് പറയുന്ന താര സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വന്നത്. ഇതിന് കാരണം അൻസിബ ഹസൻ എന്ന് പറയുന്ന യുവനടിയും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള വാക്ക് തർക്കങ്ങളും നിയമ പോരാട്ടങ്ങളുമാണ്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അമ്മ എന്ന് പറയുന്ന താര സംഘടന പൊതുജന മധ്യത്തിൽ ചീഞ്ഞു നാറിയത് നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ട്. എന്നാലും രാജിക്ക് ശേഷം ലക്ഷ്മിപ്രിയ അടങ്ങിയിരുന്നിട്ടില്ല. അവർ ക്യാൻ ചാനൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ നൽകി. ആ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു പ്രസക്ത ഭാഗം ഈ പറയുന്ന ചാനൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ 1 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു വീഡിയോ കണ്ടതോടുകൂടി ഒരു കാര്യം മനസ്സിലായി. ഈ ഒരു ഇന്റർവ്യൂവിന്റെ പൂർണ്ണ രൂപം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അൻസിബ ഹസൻ എന്ന് പറയുന്ന യുവ നടിയുടെ കരിയറിനെ ജീവിതത്തിനെ നശിപ്പിക്കാണ്ട് ഉള്ള തരത്തിലുള്ള പലതരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളും ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നിയമപരമായിട്ടുള്ള പല നടപടികളിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് വളരെ ഗൗരവപരമായിട്ടുള്ള കുറേയധികം ആരോപണങ്ങൾ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത് നടി അൻസിബ ഹസൻ തികഞ്ഞ മദ്യപാനിയാണ്, പലപ്പോഴും താൻ അൻസിബയ്ക്ക് മദ്യം വാങ്ങി നൽകിയിട്ടുണ്ട് എന്നാണ്. ആദ്യം തന്നെ ലക്ഷ്മിപ്രിയയോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മദ്യം എന്ന് പറയുന്നത് ഒരു നിരോധിത വസ്തുവല്ല. പകരം അത് ലീഗലി ഉപയോഗിക്കാം. അതായത് 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും അവൻ്റെ ജാതി, മതം, ലിംഗം എന്നിവ നോക്കാതെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. പണമുണ്ടോ? 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ? മദ്യം പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ട് നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലേ പോലീസ് കേസെടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാലേ പോലീസുകാർ കേസെടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അൻസിബ മദ്യപിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം അത് ഉന്നയിക്കുന്നത് വെറും ബാലിഷ്ടമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. എന്തായാലും ലക്ഷ്മിപ്രിയ പറഞ്ഞത് അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഏതായാലും കുറച്ചധികം കാര്യങ്ങളുണ്ട്. വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടാണ്ട് സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കും. അതായത് ലക്ഷ്മിപ്രിയ പറയുന്നത് ഇതാണ്, ഇവരേതോ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അൻസിബ ഹസന്റെ റൂമിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചിരുന്നു വെളുപ്പിനെ 2 മണി വരെ. അതിനുശേഷം ലക്ഷ്മിപ്രിയ അവരുടെ റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇവരുടെ ലഗേജും ഒക്കെ ആയിട്ട് താഴേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു. അവിടെ വന്നതിന് ശേഷം ഇവർക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു. കാരണം ഈ ഒരു വ്യക്തിനെയും അൻസിബേനെയൊക്കെ ഇവർക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്തോ ഒരു ഡൗട്ട് അടിച്ചു. അങ്ങനെ ഡൗട്ട് അടിച്ച സമയത്ത് ഇവർ തുടർച്ചയായിട്ട് അൻസിബ ഹസനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അൻസിബ ഫോൺ എടുത്തില്ല. അതിനുശേഷം അൻസിബയുടെ റൂമിന്റെ ഡോറ് നോക്ക് ചെയ്തു. എന്നിട്ടും അൻസിബ റൂം തുറന്നില്ല. എന്തായാലും അത് പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ. അപ്പം ഈ ഒരു വാതിൽ തുറന്നതിന് ശേഷം അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ ആ റൂമിനകത്തുണ്ടായിരുന്നു. അന്നേരം ഇതാരാ എന്ന് അൻസിബയോട് ലക്ഷ്മിപ്രിയ ചോദിച്ചപ്പോഴത്തേക്ക് ലക്ഷ്മിപ്രിയയ്ക്ക് അൻസിബ കൊടുത്ത മറുപടി അത് അൻസിബയുടെ സഹോദരനാണ് എന്നായിരുന്നു അൻസിബ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയോട് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ ഈ സഹോദരന്റെ ആധാർ കാർഡ് ചോദിച്ചപ്പോൾ ഞങ്ങൾ 7 സ്റ്റാർ ഹോട്ടലിൽ വരെ റൂം എടുത്ത് താമസിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഞങ്ങൾ ഈ ആധാർ കാർഡ് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെയും കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് അൻസിബ ഒഴിഞ്ഞു മാറി എന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. ഇതിനകത്ത് ലക്ഷ്മിപ്രിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും തനിക്ക് ഇഷ്ടമുള്ള പങ്കാളിയെ കണ്ടെത്താനും പ്രണയിക്കാനും വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഇഷ്ടമാണെങ്കിൽ, അല്ലാതെ നിർബന്ധിച്ച് തട്ടിക്കൊണ്ടുപോയി കിട്ടുന്ന കാര്യമല്ല പറഞ്ഞത്. ഇഷ്ടമാണെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, പ്രായപൂർത്തിയായിട്ടുള്ള 2 വ്യക്തികൾ വിവാഹത്തിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ അഫെയർ സൂക്ഷിക്കുന്നതിനകത്ത് യാതൊരു കുറ്റവും പറയാൻ സാധിക്കില്ല എന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്ന് പറയുന്ന പെൺകുട്ടി അവർ 18 വയസ്സ് പൂർത്തിയായ ഒരു സ്ത്രീയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ അൻസിബയുടെ റൂമിലേക്ക് ആര് വന്നാലും അത് ചോദിക്കേണ്ട കാര്യം ലക്ഷ്മിപ്രിയക്കില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം,
ഈ അൻസിബ ഹസൻ ഒരു 17 വയസ്സോ അല്ലെങ്കിൽ 16 വയസ്സോ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് ചോദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ കുറ്റക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹം വിലയിരുത്തിയത്. ഇവിടെ നിങ്ങൾ കുലസ്ത്രീ കളിക്കാൻ പോയതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം അൻസിബ എന്ന് പറയുന്ന വ്യക്തി അവര് 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ അവർക്ക് പങ്കാളിയായിട്ട് സ്വീകരിക്കാം. ആ ഒരു വ്യക്തി മാരീഡ് അല്ല. നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് സെർച്ച് ചെയ്തു. അദ്ദേഹം മാരീഡ് അല്ല, അൻസിബയും മാരീഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് എന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അൻസിബ ഹസൻ ആ ഒരു ചെറുപ്പക്കാരനെ ആ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയോ നിങ്ങൾ സംശയിച്ച കണക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ അതിനകത്ത് നടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തെറ്റായിട്ടുള്ള ഒരു കാര്യവുമില്ല. നമ്മളിപ്പോൾ സാംസ്കാരികപരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് വിവാഹം കഴിക്കാതെ ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒന്നിച്ച് ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ച ഒരു കാര്യമല്ല, അല്ലെങ്കിൽ കൾച്ചറിന്റെ ഭാഗമല്ല. പക്ഷേ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും തന്റെ പങ്കാളിയെ കണ്ടെത്തുവാനും ഒന്നിച്ച് ജീവിക്കാണ്ട് വിവാഹം പോലും കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കാനുള്ള അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഗൾഫ് കൺട്രീസ് മാത്രമാണ് വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടുന്നത്. ഇന്ത്യയിൽ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ലിവിങ് ടുഗദർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അൻസിബ ഹസൻ എന്ന് പറയുന്ന യുവനടിക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിനെ സ്നേഹിക്കാനോ കൂടെ കൂട്ടാനോ എന്തിനേറെ പറഞ്ഞത് റൂമിലേക്ക് വിളിച്ചു കയറ്റാനോ അത് നട്ടപ്പാതിരക്കാണെങ്കിലും പട്ടാപ്പകരാണെങ്കിലും വിളിച്ചു കയറ്റാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അവർക്ക് ഉറപ്പ് നൽകുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത്തരം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ലക്ഷ്മിപ്രിയ സ്വയം എടുത്ത് തലയിൽ ചുമക്കരുത്. കാരണം തൻ്റെ ആരോഗ്യത്തിന് പറ്റുന്ന കാര്യങ്ങളെ എടുത്ത് തലയിൽ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ കഴുത്തൊടിഞ്ഞു പോകും. അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഈ ഒരു വീഡിയോയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ വെക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇതിനകത്ത് ആ ചെറുപ്പക്കാരൻ്റെ പേര് പറയുന്നുണ്ട്. വെറും ഒരു അലിഗേഷന്റെ പേരിൽ മാത്രം ആ ഒരു ചെറുപ്പക്കാരനെ ഇതിനകത്തോട്ട് വലിച്ചിഴക്കേണ്ട എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് അൻസിബ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അൻസിബ തെളിയിക്കണം, അങ്ങനെ ഒരാളെ വിളിച്ച് റൂമിൽ കയറ്റിയിട്ടില്ലെങ്കിൽ. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ അൻസിബ യാതൊരു പ്രതികരണം നടത്തേണ്ട ആവശ്യമില്ല. കാരണം അൻസിബയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള ഒരാളെ വിളിച്ച് റൂമിൽ കയറ്റാണ്ടും ഇഷ്ടമുള്ള ആരും വിവാഹം കഴിക്കാനും എല്ലാം. ഇനിയോ നിങ്ങൾ വിളിച്ച് റൂമിൽ കയറ്റി ഇവർ സംശയിച്ചാണ് വല്ല നടന്നാൽ പോലും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇല്ല. കാരണം ഇത് നിയമപരമായിട്ട് ഒരു ക്രൈം അല്ല. ഇന്ത്യയിലെ സുപ്രീം കോടതി പോലും അംഗീകരിച്ച ഒരു കാര്യമാണ് ഇഷ്ടമുള്ളവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ. അത് കല്യാണം കഴിച്ചില്ല പോലും കുഴപ്പമില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ തന്നെ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അൻസിബയ്ക്ക് ഇത് തെളിയിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ അൻസിബ സഹിയായിട്ട് ഒരു ഡീഫോർമേഷൻ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ലക്ഷ്മിപ്രിയയ്ക്ക് മാത്രമായിട്ട് മാറും. അത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ലക്ഷ്മിപ്രിയ അൻസിബ ആവശ്യപ്പെടുന്ന തുക നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടി വരും. പിന്നെ ഇത് കോടതിയിൽ തെളിയിച്ചാലും പ്രശ്നമുണ്ട്. കോടതിയിൽ തെളിയിച്ചു കഴിയുമ്പോഴത്തേക്ക് കോടതി ചോദിക്കും നിങ്ങൾക്ക് എന്തിന്റെ റിമീഡിയാണ് ഈ ഒരു വിഷയത്തിൽ കയറി ഇടപെടാണ്ട്. ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അവർക്ക് രണ്ടുപേർക്കും 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു റൂം എടുക്കുകയോ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് എന്ന് കോടതി തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയയുടെ ഉത്തരം മുട്ടിപ്പോകും. അപ്പോൾ ശരിയാണ്.